ഹലോ സ്റ്റുഡൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്ന ഈ പോയത്തിൻ്റെ പേര് മേരീമ്മ. അപ്പോൾ അത് എഴുതിയിരിക്കുന്നത് പ്രസൂൺ ജോഷിയാണ്. അപ്പോൾ ഇത് ഒരു നിങ്ങൾക്ക് അവിടെ പിക്ചറിൽ കാണാം, അതൊരു ഒറ്റയ്ക്കിരിക്കുന്ന ഒരു കുട്ടിയെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടിയുടെ മനസ്സിലുള്ള കാര്യങ്ങൾ, അവൻ്റെ അമ്മയെ പറ്റി തോന്നുന്ന കാര്യങ്ങൾ, അവൻ്റെ അമ്മയെ മാത്രമല്ല നമ്മൾക്കും നമ്മളുടെ അമ്മയെ പറ്റി തോന്നുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം, അല്ലേ? ഇവിടെ ഒരു കുട്ടി തൻ്റെ മാതാവിനോടുള്ള സ്നേഹവും വാത്സല്യവും പ്രകടിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ കുഞ്ഞ് തൻ്റെ അമ്മയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെങ്കിലും അവനത് വാക്കുകളിലൂടെ പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല. അവൻ്റെ സ്നേഹം, പരിഭവം, ആകുലതകൾ ഇതെല്ലാം ഒരമ്മയ്ക്കും അറിയാം. അമ്മ എപ്പോഴും ആ കുഞ്ഞിൻ്റെ ഒരു ധൈര്യമാണ്. അപ്പോൾ അതൊക്കെയാണ്, അല്ലേ? ഈ നമുക്കും അങ്ങനെ തന്നെയാണ്, അല്ലേ? നമുക്കും നമ്മുടെ അമ്മയാണ്. നമ്മുടെ ഈ ലോകത്തിൽ വിരലിലെണ്ണാവുന്ന ആളുകളിൽ കുറച്ച് പേരുള്ളതിൽ നമുക്ക് നമ്മളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ആകുലതകളുള്ളത് നമ്മുടെ അമ്മയ്ക്കാണ്. അതേപോലെ അമ്മയെക്കുറിച്ച് ഒരു കെയറും നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. मैं कभी बतलाता नहीं पर अंधेरे से डरता हूँ मैं माँ. ഞാൻ ഒരിക്കലും പറയാറില്ല, പക്ഷേ എനിക്ക് ഇരുട്ട്, അന്ധേര, വളരെ പേടിയാണ്. ഡർത്ത, എനിക്ക് വളരെ പേടിയാണ് അന്ധകാരം. യൂ തോ മേ ദിഖ്ലാത്ത നഹി തേരി പർവ കർത്താ ഹോ മേ മാ. പക്ഷേ ഞാനത് കാണിക്കാറില്ല, എങ്കിലും എനിക്ക് അമ്മയെക്കുറിച്ച് ഒരു കരുതൽ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അതായത് ഈ കുട്ടിക്ക് ഇരുട്ടിനെ പേടിയാണ്, എങ്കിലും അവനത് കാണിക്കാറില്ല. അവൻ പറയുകയാണ്, എങ്കിലും എപ്പോഴും ഒരു കരുതൽ അവന് അമ്മയെക്കുറിച്ച് ഉണ്ട്. തുജെ സബ് ഹേ പത്ത ഹേന മാ. അമ്മയ്ക്ക് ഇതെല്ലാം അറിയാമല്ലേ? വീണ്ടും അത് തന്നെ പറയാണ്, തുജെ സബ് ഹേ പത മേരി മാ. അമ്മയ്ക്ക് ഇതെല്ലാം അറിയാം, എൻ്റെ അമ്മയ്ക്ക് ഇതെല്ലാം അറിയാമെന്ന് വീണ്ടും വീണ്ടും പറയുകയാണ്. ഭീഡ് മേ യൂ നാ ചോടോ മുझे. അതായത് തിരക്കിൽ, അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിൽ എന്നെ ഒറ്റയ്ക്ക് വിടരുത്. യൂ നാ ചോടോ മുझे, എന്നെ അല്ലെങ്കിൽ ഉപേക്ഷിക്കരുത്, അങ്ങനെയും പറയാം. തിരക്കിൽ എന്നെ ഒറ്റയ്ക്ക് വിടരുത്. ഘർ ലോട്ട് കെ ബി ആ ന പാവുങ്ക മാ. തിരിച്ച് വീട്ടിലേക്ക് വരാൻ എനിക്ക് കഴിയാതെ വരും. തിരക്കിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ അവനെ ഒറ്റയ്ക്ക് തിരിച്ച് വീട്ടിലേക്ക് വരാൻ കഴിയാതെ വരും. ബേജന ഇത്തന ദൂർ മുഷ്കോ തു യാദ് ബി തുഷ്കോ ആ ന പാവുമ്മ. അമ്മയോട് വീണ്ടും കുഞ്ഞ് പറയുകയാണ്, അമ്മയെ ഓർക്കാൻ പോലും കഴിയാത്തത്ര ദൂരത്തേക്ക് എന്നെ ഒരിക്കലും അയക്കരുത്. അങ്ങനെ പറയുകയാണ്. യാദ് ബി തുഷ്കോ ആ ന പാവുമ്മ. അതായത് അമ്മയ്ക്ക് എന്നെ ഓർക്കാൻ പോലും കഴിയുകയില്ല. ഞാൻ അത്രയും ദൂരത്തേക്ക് പോയാൽ അമ്മയ്ക്ക് എന്നെ ഓർക്കാൻ പോലും കഴിയുകയില്ല. ക്യാ ഇത്തന ബുരാ ഹൂ മേ മാ. ഞാൻ ഇത്ര മോശക്കാരനാണോ അമ്മേ? ക്യാ ഇത്തന ബുരാ മേരി മാ. ഞാൻ ഇത്ര മോശക്കാരനാണോ എന്ന് വീണ്ടും വീണ്ടും ഈ കുഞ്ഞ് അമ്മയോട് ചോദിക്കുകയാണ്. ജബ് ബി കഭി പാപ്പ മുझे ജോ ജോർ സെ ചൂല ചുലാത്തെ ഹേമ. അപ്പോൾ ഇവിടെ വീണ്ടും കുട്ടി പറയുകയാണ്, പാപ്പ, അച്ഛൻ എന്നെ എപ്പോഴും നല്ല സ്പീഡിൽ ഊഞ്ഞാലാട്ടുമ്പോൾ അമ്മേ മേരി നസർ ഡൂണ്ട്തേ തുജെ. എൻ്റെ കണ്ണുകൾ അപ്പോൾ അമ്മയെ തിരയുകയാണ്. സോച്ചു യഹി തോ ആ കെ ധാമേങ്കി മാ. അമ്മ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിക്കും എന്ന് എനിക്ക് തോന്നും. കാരണം എന്താണ്, ഇവന് അച്ഛൻ നല്ല വേഗത്തിൽ ഊഞ്ഞാലാട്ടുമ്പോൾ ഇവന് ഭയമുണ്ടാവുന്നു. അപ്പോൾ ഈ ഭയം കാരണം അവന് വേഗം അവൻ്റെ അമ്മയെ ഓർമ്മ വരുന്നു. അവൻ്റെ മനസ്സിൽ അമ്മ വന്ന് അവനെ കെട്ടിപ്പിടിക്കും എന്ന് അവൻ തോന്നുകയാണ്. ഉൻസെ
മേം യേ കഹ്താ നഹി, അച്ഛനോട് അവൻ്റെ ഭയത്തിൻ്റെ കാര്യമൊന്നും അവൻ പറയാറില്ല. പെർ മേ സഹം ജാത്താ ഹൂ മാ, എങ്കിലും എൻ്റെ ഹൃദയത്തിൽ നല്ല പേടിയുണ്ടെങ്കിലും ഞാനത് പുറത്തേക്ക് കാണിക്കാതെ എൻ്റെ മനസ്സിൽ തന്നെ അത് ഉൾക്കൊള്ളും. ചെഹരെ പേ ആനെ ദേത്തെ നഹി, എൻ്റെ മുഖത്തേക്ക് ആ ഭയത്തിനെ ഞാൻ ഒരിക്കലും കൊണ്ടുവരാറില്ല. ദിൽ ഹി ദിൽ മേം ഗബ്രാത്താ ഹൂ മാ, ഉള്ളിൻ്റെ ഉള്ളിൽ എൻ്റെ മനസ്സിൽ ഞാൻ വളരെയധികം പേടിക്കുന്നുണ്ട്. തുജെ സബ് ഹേ പത്താ ഹേ നാ മാ, അമ്മയ്ക്ക് ഇതെല്ലാം അറിയാം അല്ലേ അമ്മേ. തുജെ സബ് ഹേ പത്താ മേരി മാ, അത് വീണ്ടും പറയുകയാണ്, എൻ്റെ അമ്മയ്ക്ക് ഇതെല്ലാം അറിയാം. കാരണം ഇവിടെ അവൻ ഭയപ്പെടുമ്പോഴും എപ്പോൾ അവൻ ഭയപ്പെടുമ്പോഴും അവൻ്റെ ഉള്ളിലുള്ള ധൈര്യം അവൻ്റെ അമ്മയാണ് എന്ന് നമുക്കിവിടെ മനസ്സിലാകുന്നുണ്ട്. അതാണ് ഇവിടെ കവി കാണിച്ചു തരുന്നത്. ഓ മേ കബി ബത്ലാത്ത നഹി പർ അന്ധേര സെ ഡർത്താ ഹൂ മേമ, ഞാൻ ഒരിക്കലും പറയുന്നില്ലെങ്കിൽ കൂടി എനിക്ക് ഇരുട്ടിനെയും വളരെയധികം പേടിയാണ്. ഏ തോ മേ ദിഖ്ലാത്ത നഹി, ഞാനത് പക്ഷെ പുറത്ത് കാണിക്കാറില്ല. തേരി പർവ കർത്താ ഹൂ മേമ, ഞാൻ അമ്മയെക്കുറിച്ച് എപ്പോഴും എൻ്റെ മനസ്സിൽ അമ്മയെക്കുറിച്ച് ഒരു കരുതലുണ്ട്. ഞാൻ എപ്പോഴും അമ്മയെ ഓർക്കുന്നു. തുജെ സബ് ഹേ പത്ത ഹേനാമ, അമ്മയ്ക്ക് ഇതെല്ലാം അറിയാം അല്ലേ അമ്മേ. തുജെ സബ് ഹേ പത്ത മേരിമ, വീണ്ടും പറയുകയാണ്, അമ്മയ്ക്ക് ഇതെല്ലാം അറിയാം, എൻ്റെ അമ്മയ്ക്ക് ഇതെല്ലാം അറിയാം. കാരണം അവൻ്റെ മനസ്സിൽ അവൻ്റെ അമ്മ എന്നും അവന് ധൈര്യമാണ്. അവനോട് സ്നേഹവും വാത്സല്യവും പ്രകടിപ്പിക്കുന്നതിനൊപ്പം തന്നെ അവൻ്റെ ഏറ്റവും വലിയ ധൈര്യമാണ് അവൻ്റെ അമ്മ എന്ന് ഇവിടെ ആ കുഞ്ഞ് പറയുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഈ പോം എഴുതിയേക്കുന്നത് പ്രസൂൺ ജോഷിയാണ്. പ്രസൂൺ ജോഷിനെ കുറിച്ച് ഡീറ്റെയിൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, പ്രസൂൺ ജോഷി കാ ജന്മ 16 ഡിസംബർ 1968 में അൽമോഡ മേം ഹുവാത്ത. അപ്പോൾ അദ്ദേഹം ജനിച്ചത് 16 സെപ്റ്റംബർ 1968 അൽമോഡ എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. വേ ഹിന്ദി കവി, ലേഖക്, പട്കഥാക്കാർ ഓർ ഫിലിം ഗീത്കാർ ഹെ, അതായത് അദ്ദേഹം ഒരു ഹിന്ദി പോയറ്റാണ്, റൈറ്ററാണ്, സ്ക്രീൻ റൈറ്ററാണ്, അതേപോലെ ഫിലിം ലിറിസിസ്റ്റാണ്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ വേ അന്താരാഷ്ട്രീയ വിജ്ഞാപൻ കമ്പനി മെക്കാൻ എറിക്സൺ കെ കാര്യകാരി അധ്യക്ഷ ഹെ, അതായത് അദ്ദേഹം ഒരു ഇൻ്റർനാഷണൽ അഡ്വർടൈസിങ് കമ്പനിയായ മെക്കാൻ എറിക്സൻ്റെ എക്സിക്യൂട്ടീവ് ചെയർമാനാണ്. फिल्म तारे ज़मीन पर का गाना मेरी माँ के लिए उन्होंने രാഷ്ട്രീയ പുരസ്കാർ ബി പ്രാപ്ത് ഹുവാ ഹെ, അതായത് ഒരു ഫേമസ് ആയിട്ടുള്ള ഫിലിം ഉണ്ടായിരുന്നു താരേ ജമീൻ പർ. അപ്പോൾ ആ ഫിലിമിൽ മേരി മാ എന്ന് തുടങ്ങുന്ന ഒരു ഗാനമുണ്ട്. ആ ഗാനത്തിന് അദ്ദേഹത്തിന് രാഷ്ട്രീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. വേ പത്മശ്രീ ഉപാധി സെ സമ്മാനിത് ഹെ, അദ്ദേഹത്തിന് പത്മശ്രീയുടെ ഹോണർ, ആ ഒരു ടൈറ്റിൽ അദ്ദേഹത്തിന് പത്മശ്രീ പ്രസൂൺ ജോഷി എന്നാണ് അദ്ദേഹത്തിനെ വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് പത്മശ്രീ ടൈറ്റിൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കവിതയുടെ പ്രസൻറ്റേഷനും എല്ലാം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും അവരുടെ അഭിപ്രായങ്ങളും കമൻസും എല്ലാം ഒന്ന് അറിയിക്കുക. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ ദെൻ, താങ്ക് യു.